ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന PSC ബുള്ളറ്റിൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, വഡോദരയുടെ പഴയ പേര് ബറോഡ. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക. ബ്ലാക്ക് ഷർട്ട്സ് കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ബെനിറ്റോ മുസോളിനി. ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ലൂവൻ ഹോക്ക്. പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന. ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത് മാൻഡിൽ. ഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തി ഹുമയൂൺ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പഠിച്ചു പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വഡോദരയുടെ പഴയ പേരെന്താണ്? ബറോഡ. ഓക്കെ, വഡോദരയുടെ പഴയ പേര് ബറോഡ. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര ഏതാണ്? അന്റാർട്ടിക്ക. അപ്പൊ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന അന്റാർട്ടിക്കയാണ്. ബ്ലാക്ക് ഷർട്ട്സ് അഥവാ കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ബെനിറ്റോ മുസോളിനിയാണ്. അപ്പൊ മുസോളിനിയുടെ സംഘടനയാണ് ബ്ലാക്ക് ഷർട്ട്സ്, കരിങ്കുപ്പായക്കാർ. ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആരാണ്? ലൂവൻ ഹോക്ക്. പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈനയാണ്. അപ്പം പട്ടും കളിമൺ പാത്രങ്ങളും ചൈന. ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത് മാൻഡിൽ. അപ്പം മധ്യത്തെ പാളി ഏതാണ്? മാൻഡിലാണ്. ഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തി ഹുമയൂൺ ആണ്. അപ്പൊ ഹുമയൂൺ ആണ് ഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തി. ഓക്കെ, ഇനി അടുത്ത സെറ്റ് പഠിക്കാം. ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗൺ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ച രാജ്യം പോളണ്ട്. ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഹൗസ് ഓഫ് പീപ്പിൾ. ഗോവയിലെ ഔദ്യോഗിക ഭാഷ കൊങ്കണി. സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തി മുരുകൻ. ഡൽഹി സിംഹാസനത്തിൽ അവരോധിയായ ആദ്യ വനിത റസിയ ബീഗം. ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണ്? ടൈഗ്രിസ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവാം. ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗൺ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ച രാജ്യം ഏതാണ്? പോളണ്ട് ആണ്. അപ്പൊ പോളണ്ടിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ചത്. ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് എന്താണ്? ഹൗസ് ഓഫ് പീപ്പിൾ. ഗോവയിലെ ഔദ്യോഗിക ഭാഷ കൊങ്കണിയാണ് ഗോവയിലെ ഔദ്യോഗിക ഭാഷ. സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തി ആരാണ്? മുരുകനാണ്. അപ്പൊ മുരുകനാണ് സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തി. ഡൽഹി സിംഹാസനത്തിൽ അവരോധിതയായ ആദ്യ വനിത ആരാണ്? റസിയ ബീഗം ആണ്. അപ്പൊ റസിയ ബീഗം ആണ് ഡൽഹി സിംഹാസനത്തിൽ അവരോധിതയായ ആദ്യ വനിത. ബാഗ്ദാദ് ടൈഗ്രിസ് നദിയുടെ തീരത്താണ്. ഓക്കെ, ഇനി പാമ്പ് കടിയേറ്റ് മരിച്ച പ്രശസ്തനായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് P. കൃഷ്ണപിള്ളയാണ്. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? പ്രകാശവർഷം. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം. പാമ്പ് കടിയേറ്റ് മരിച്ച പ്രശസ്തനായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് P. കൃഷ്ണപിള്ള. അപ്പൊ P. കൃഷ്ണപിള്ള എങ്ങനെയാണ് മരിച്ചത്? പാമ്പ് കടിയേറ്റാണ് മരിച്ചത്. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? പ്രകാശവർഷമാണ്. അപ്പൊ ഭൂമിയിൽ നിന്നും നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശവർഷം. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏതാണ്? ടെക്നീഷ്യമാണ്. അപ്പം ടെക്നീഷ്യമാണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ എലമെന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം സൂര്യനാണ്. ഭൂമിയിൽ നിന്നും ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്ത്? ഗ്രാഫൈറ്റ്. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മറിയാന ഗർത്തം. സിന്ധുതട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺ ദൈവം മാതൃദേവത. ലോകസഭയിലെ ക്യാബിനറ്റ് പദവിയിലുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് YB ചവാൻ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞതാരാണ്? റൂസോ ആണ്. ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേര് തെമുജിൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്കൊന്നുകൂടെ നോക്കാം. ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം സൂര്യൻ.
ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ് ആണ്. ബ്ലാക്ക് ലെഡ് ഗ്രാഫൈറ്റ്. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മറിയാന ട്രെഞ്ച് ആണ്. മറിയാന ഗർത്തമാണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം. സിന്ധു തട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺദൈവം ആരാണ്? മാതൃദേവതയാണ്. അപ്പൊ മാതൃദേവത സിന്ധു തട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺദൈവമാണ്. ലോകസഭയിലെ ക്യാബിനറ്റ് പദവിയുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് വൈ ബി ചവാൻ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് റൂസോ. ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേരെന്താണ്? തെമുജിൻ എന്നാണ്. അപ്പൊ തെമുജിൻ എന്നത് ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേരാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഏറ്റവും വലിയ ധമനി അയോട്ട. അപ്പൊ ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോട്ടയാണ്. ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈഡ്ര. കനിഷ്കന്റെ രണ്ടാം തലസ്ഥാനം മധുര. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യം ഗ്ലോക്കോമ. കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? അസ്റ്റിഗ്മാറ്റിസം. കരയിലെ ഏറ്റവും വലിയ മാംസഭോജി ധ്രുവക്കരടി. ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലർ ആഞ്ചല മെർക്കൽ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം. ഏറ്റവും വലിയ ധമനി അയോട്ട, മഹാധമനി എന്നറിയപ്പെടുന്ന അയോട്ട. ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈഡ്രയാണ്. അപ്പൊ ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാണ്? ഹൈഡ്രയാണ്. കനിഷ്കന്റെ രണ്ടാം തലസ്ഥാനം മധുര. ഈ ധായാണ് മധുര. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യം ഗ്ലോക്കോമ. കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? അസ്റ്റിഗ്മാറ്റിസം. അപ്പൊ അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്, മറക്കരുത്. കരയിലെ ഏറ്റവും വലിയ മാംസഭോജി ധ്രുവക്കരടിയാണ്. ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലർ ആഞ്ചല മെർക്കലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്. പെരിയാറിൽ ഏത് വർഷമുണ്ടായ വെള്ളപ്പൊക്കമാണ് മുസിരിസ് തുറമുഖത്തിന്റെ അധപതനത്തിന് കാരണമായത്? 1341 വെള്ളപ്പൊക്കമാണ്. അറ്റ്ലാന്റിക് സമുദ്രവുമായും പസഫിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയ. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏതാണ്? തയാലിനാണ്. രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ്? ഡെറാഡൂൺ. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1847. ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1972. ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കോർബറ്റ് നാഷണൽ പാർക്ക്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചിട്ട് പോകാം. പെരിയാറിൽ ഏത് വർഷമുണ്ടായ വെള്ളപ്പൊക്കമാണ് മുസിരിസ് തുറമുഖത്തിന്റെ അധപതനത്തിന് കാരണമായത്? 1341 വെള്ളപ്പൊക്കം. അറ്റ്ലാന്റിക് സമുദ്രവുമായും പസഫിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയ. അപ്പൊ കൊളംബിയ അതിർത്തി പങ്കിടുന്നത് രണ്ട് സമുദ്രങ്ങളുമായിട്ടാണ്, അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും. ഓക്കെ, ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമിന്റെ പേരാണ് തയലിൻ. രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ്? ഡെറാഡൂണിലാണ് രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ്. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1847. ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1972. ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കോർബറ്റ് നാഷണൽ പാർക്ക്. കരയിലെ ഏറ്റവും വലിയ സസ്തനി ആഫ്രിക്കൻ ആന. കരയിലെ ഏറ്റവും വലിയ സസ്തനി മാമൽ ആഫ്രിക്കൻ ആനയാണ്. രാജ സാൻസി വിമാനത്താവളം എവിടെയാണ്? അമൃത്സറിലാണ്. അപ്പൊ കരയിലെ ഏറ്റവും വലിയ സസ്തനി ആഫ്രിക്കൻ ആനയാണ്. രാജ സാൻസി വിമാനത്താവളം എവിടെയാണ്? അമൃത്സറിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ്. ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏതു ഗ്രഹത്തിലാണ് ഉള്ളത്? ചൊവ്വ. കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി മൂങ്ങ. കനിഷ്കന്റെ സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ അശ്വഘോഷൻ. കവിരാജമാർഗം രചിച്ചത് അമോഘവർഷൻ. ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി രുദ്രദാമൻ. ലോകസഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ ക്വസ്റ്റ്യൻ അവർ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹമാണ് ഫോബോസ്. ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണ് ഉള്ളത്? ചൊവ്വയ്ക്കാണ് ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഉള്ളത്. കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ, അതായത് 360 ഡിഗ്രിയിൽ കടക്കാൻ പറ്റിയ പക്ഷിയാണ് മൂങ്ങ.
കനിഷ്കന്റെ സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ അശ്വഘോഷൻ. അപ്പൊ അശ്വഘോഷൻ ആരുടെ സദസ്സിലെ പണ്ഡിതനായിരുന്നു? കനിഷ്കന്റെ. കവിരാജമാർഗം രചിച്ചത് അമോഘവർഷൻ. കവിരാജമാർഗം അമോഘവർഷൻ. ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി രുദ്രദാമൻ. ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി രുദ്രദാമൻ. ലോകസഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ ക്വസ്റ്റ്യൻ അവർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹെർക്കുലീസിന്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടർ. ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. കാന്തരീയ മഹാദേവ ക്ഷേത്രം എവിടെയാണ്? ഖജുരാഹോയിലാണ്. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ മഹാത്മാഗാന്ധി. കവിരാജ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തൻ. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാലോ? ശ്രീനാരായണ ഗുരു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്. ഹെർക്കുലീസിന്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടർ. ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. കാന്തരീയ മഹാദേവ ക്ഷേത്രം എവിടെയാണ്? ഖജുരാഹോയിലാണ്. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധി. കവിരാജ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തൻ. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി എന്ന് ചോദിച്ചാലോ? ശ്രീനാരായണ ഗുരു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ 4. കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി ചിത്രശലഭം. കാളിന്തി എന്ന് പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നദി യമുന. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് കൂണിക്കൾച്ചർ. ലോകസഭ ആദ്യമായി സമ്മേളിച്ചത് 1952 മെയ് 13. താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആഗ്രയിലാണ്. ചിലപ്പതികാരം രചിച്ചതോ? ഇളങ്കോ വടികൾ. ജപ്പാനിലെ നാണയം യെൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കിയാലോ. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ 4. അപ്പം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലാണ് ജൂലൈ 4. കാലുകൊണ്ട് രുചി അറിയുന്ന ജീവിയാണ് ചിത്രശലഭം. ഓക്കെ, കാളിന്തി എന്ന് പുരാണങ്ങളിൽ അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം, യമുനയാണ്. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതി എന്താണ്? കൂണി കൾച്ചർ ആണ്. ലോകസഭ ആദ്യമായി സമ്മേളിച്ചത് 1952 മെയ് 13. താജ്മഹൽ എവിടെയാണ്? ആഗ്രയിലാണ്. ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോ വടികളാണ്. ജപ്പാനിലെ നാണയം യെൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്. സുവർണക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം 1984. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യൻ. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം 1984 ഡിസംബർ 3. ഐവാൻ ഹോ രചിച്ചത് വാൾട്ടർ സ്കോട്ട്. ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം 1962. മാക്ബത്ത് രചിച്ചത് വില്യം ഷേക്സ്പിയർ. G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം 1985. 1985 ഗ്രീൻ പീസിന്റെ റെയിൻബോ വാരിയർ എന്ന കപ്പലിനെ തകർത്ത രാജ്യം ഫ്രാൻസ്. ഇന്റർനാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്? 1984 542 415 സീറ്റ് നേടി 10 എണ്ണം നേടിയത് 1985 ഉപതെരഞ്ഞെടുപ്പിലാണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം 1984. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യൻ. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷമോ? അതും 1984 ഡിസംബർ 3. ഡേറ്റും കൂടെ ഓർത്ത് വെച്ചേക്കണേ. ഐവാൻ ഹോ രചിച്ചത് വാൾട്ടർ സ്കോട്ട്. ചൈന ഇന്ത്യ ആക്രമിച്ച വർഷമോ? 1962. മാക്ബത്ത് രചിച്ചത് വില്യം ഷേക്സ്പിയർ. G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം 1985. 1985 ഗ്രീൻ പീസിന്റെ റെയിൻബോ വാരിയർ എന്ന കപ്പലിനെ തകർത്ത രാജ്യം ഫ്രാൻസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതു വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയതെന്ന് ചോദിച്ചാൽ 1984 തെരഞ്ഞെടുപ്പാണ്. സീറ്റുകളുടെ എണ്ണം 542 415 എണ്ണം നേടി 10 എണ്ണം നേടിയത് 1985 ഉപതെരഞ്ഞെടുപ്പിലാണ്. അപ്പൊ ഓക്കെ,
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഡെയിലി PSC ബുള്ളറ്റിൻ്റെ ഇന്നത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്